പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുവിന്റെ നാമം വീണ്ടും ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനങ്ങൾ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായം 22-ാമത്തെ വാക്യം. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. ഗ്രീക്കിൽ ഇത് 2 വാക്കുകൾ മാത്രമാണ്. അനാഥമ, മാറാനാഥ എന്നിങ്ങനെയാണ്. മാറാനാഥ എന്നാൽ നമ്മുടെ കർത്താവ് വേഗം വരുന്നു. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ എന്നാണ് അനാഥമ എന്ന വാക്കിന്റെ മൂലഭാഷയിലെ അർത്ഥം. വളരെ നമ്മെ നടുക്കുന്ന ഒരു മുന്നറിയിപ്പാണ് അനാഥമെങ്കിൽ പ്രതീക്ഷ ഉണർത്തുന്ന പ്രത്യാശയുടെ ഒരു വാക്കാണ് മാറാനാഥ. പ്രിയമുള്ളവരെ, ഇതിൽ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്നത് കർത്താവുമായി നമുക്കുണ്ടാകേണ്ട ഒരു സ്നേഹബന്ധത്തെയാണ് അനാഥമ എന്ന വാക്കിനാൽ അർത്ഥമാക്കുന്നത്. നാമും കർത്താവുമായുള്ള ബന്ധത്തിലെ സ്നേഹം ഒരിക്കലും നഷ്ടപ്പെടരുത്. നഷ്ടപ്പെട്ടാൽ നാം ശാപത്തിന് കീഴിലായി പോകും എന്നാണ് ഈ വചനത്തിന്റെ അർത്ഥം. 2, നാം സ്നേഹിക്കുന്ന കർത്താവിനെ നാം മുഖാമുഖമായി കാണുന്ന നാൾ സമീപിച്ചിരിക്കുന്നു. ആയതിനാൽ കർത്താവിന്റെ ആ നാളിനായി നമ്മെല്ലാവരും ഒരുങ്ങി കാത്തിരിക്കണം. നമുക്ക് പൗലോസ് ഇവിടെ ഏറ്റവും ഊന്നൽ നൽകുന്ന പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അത് നാം കർത്താവിനെ സ്നേഹിക്കണം എന്ന കാര്യം മാത്രമാണ്. നാം ദൈവത്തെ ഭയപ്പെടുകയോ ആരാധിക്കുകയോ ദൈവത്തിനായി പ്രവർത്തിക്കുകയോ ചെയ്താൽ പോരാ. നാം ദൈവത്തെ സ്നേഹിക്കണം എന്നാവശ്യപ്പെടുന്നത് യഥാർത്ഥത്തിൽ പൗലോസിന്റെ ഒരു വലിയ പ്രബോധനമാണ്. നമ്മുടെ വാർത്തപ്പെട്ട കർത്താവായ യേശു തന്നെ ഏറ്റവും വലിയ കൽപ്പന, അല്ലെങ്കിൽ ഒന്നാമത്തെ കൽപ്പന എന്ന രീതിയിൽ മശിഹ തന്നെ പറഞ്ഞിരിക്കുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നത്രേ. ദൈവത്തെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. നാം യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് എങ്ങനെ അറിയാം? അത് കേവലം ഒരു തോന്നലാണ്. വാസ്തവത്തിൽ എന്താണ് പ്രിയമുള്ളവര് കർത്താവിനുള്ള സ്നേഹം എന്ന് പറയുന്നത്? അതെന്തെന്ന് അറിയണമെങ്കിൽ പോലും നാം കർത്താവിലേക്ക് നോക്കണം. സ്നേഹം എന്തെന്ന് അറിയുന്നതിനും നാം അന്വേഷിക്കേണ്ടത് ദൈവവചനമാണ്. അവിടെ കർത്താവ് സ്നേഹിച്ചു എന്ന് പറയുന്നിടത്ത് അവിടുന്ന് എന്താണ് ചെയ്തത്? അത് മാത്രമാണ് യഥാർത്ഥ ദൈവസ്നേഹത്തിന്റെ അളവുകോൽ. ദൈവം സ്നേഹിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രസിദ്ധമായ വാക്യം യോഹന്നാന്റെ സുവിശേഷം 3:16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം ലോകത്തെ സ്നേഹിച്ചു, അത് സ്വന്തം പുത്രനെ നൽകി സ്നേഹിച്ചു. അല്ലാത്ത ദൈവസ്നേഹം എന്ന് പറയുന്നത് കേവലം ഒരു തോന്നലോ വൈകാരികമായ അനുഭൂതികളോ ഒരാശയമോ ഒരു സങ്കല്പമോ ആയിരുന്നില്ല. 1 യോഹന്നാന്റെ ലേഖനം 3:16 സ്നേഹം എങ്ങനെ തിരിച്ചറിയാൻ കഴിയുമെന്ന് വീണ്ടും പറഞ്ഞിരിക്കുന്നു. അതെന്താണ് നമുക്ക് നോക്കാം. അവിടെ നാം വായിക്കുന്നത്, അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചുകൊടുത്തതിനാൽ നാം സ്നേഹം എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നു. റോമർ 5:8 ദൈവം തന്നെ സ്നേഹം പ്രദർശിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ അതെങ്ങനെയാണ്? ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കും. പ്രിയമുള്ളവരെ, ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഒരു കാര്യം വ്യക്തമായി കാണും. കണ്ടോ, ദൈവം സ്നേഹിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന ഈ 3 വാക്യങ്ങളിലും പുത്രനെ നൽകിയും പ്രാണനെ വെച്ചു കൊടുത്തതും നമുക്ക് വേണ്ടി മരിച്ചുമാണ് ദൈവം ആ സ്നേഹം പ്രദർശിപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥ സ്നേഹം തന്നെ നൽകുന്നതാണ്, പ്രാണൻ വെച്ചു കൊടുക്കുന്നതാണ്, മരിക്കുന്നതാണ്. ഇതിൽ കുറഞ്ഞത് സ്നേഹമല്ല. നാം കർത്താവിനെ സ്നേഹിക്കണം എന്ന് പറയുന്നിടത്തും ഇതേ മനോഭാവം വളരെ പ്രസക്തമാണ്. നമ്മെ തന്നെ കർത്താവിന് നൽകാത്ത, ജീവൻ വെച്ചു കൊടുക്കാത്ത, സ്വയത്തിന് മരിക്കാത്ത ഒരു സ്നേഹവും യഥാർത്ഥ സ്നേഹമല്ല. പ്രിയമുള്ളവരെ, കർത്താവിനോടുള്ള യഥാർത്ഥ സ്നേഹം ജീവൻ നൽകുന്ന സ്നേഹം മാത്രമാണെന്ന് പറയുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ പ്രാണനെ വെടിയുന്നതല്ല. കർത്താവിനുള്ള വിശ്വാസത്തെ പ്രതി തനിക്കായി രക്തസാക്ഷിയാകുവാനുള്ള ഭാഗ്യം എല്ലാവർക്കും ലഭിച്ചുവെന്ന് വരികയുമില്ല. എന്നാൽ എല്ലാവർക്കും കർത്താവിനായി സ്വയ ജീവനെ, സെൽഫ് ലൈഫ് വെച്ചു കൊടുക്കുവാൻ കഴിയും. അത് ആഴത്തിൽ ദൈവേഷ്ടത്തിനായി സ്വന്തം ഇഷ്ടത്തെ യാഗമാക്കുന്നതാണ്. അത് അത്ര വേഗത്തിൽ എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ സ്വന്തം ഇഷ്ടം വ്യക്തിത്വത്തിന്റെ ഒരു ഭാഗമാണ്. അത് വേണ്ടത് വെക്കുമ്പോൾ ഒരർത്ഥത്തിൽ നാം ഒരു മരണവേദന അനുഭവിച്ചറിയുകയാണ്. സ്വന്തം ഇച്ഛയെ പിതാവിന്റെ ഇഷ്ടത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ അടിയറ വെച്ച ഒരു സമയത്ത് യേശു, എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു എന്ന് പറഞ്ഞത് നാം ഓർക്കും. ക്രൂശിന്റെ പടിയിൽ സ്വയജീവനെ ഈ നിലയിൽ വെച്ചു കൊടുക്കാത്ത, ദിനംതോറും ശിക്ഷത്വത്തിന്റെ പാതയിൽ ക്രൂശ് എടുത്ത് കർത്താവിനെ ദിവസേന അനുഗമിക്കാത്ത ഒരു സ്നേഹവും കർത്താവിനോടുള്ള യഥാർത്ഥ സ്നേഹമല്ലെന്ന് വ്യക്തമല്ലേ? നമ്മുടെ വാർത്തപ്പെട്ട കർത്താവായ യേശു സ്വർഗാരോഹണത്തിന് മുമ്പ് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞെടുത്ത് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം വെറും സാക്ഷികൾ എന്നല്ല, രക്തസാക്ഷികൾ, മാർട്ടേഴ്സ് എന്നാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. എല്ലാവർക്കും അക്ഷരാർത്ഥത്തിൽ അപ്രകാരം രക്തസാക്ഷികളാകുവാൻ കഴിയുകയുമില്ല. എന്നാൽ യഥാർത്ഥ സ്നേഹത്തിന്റെ ശക്തിയാൽ നമുക്കെല്ലാവർക്കും നമ്മുടെ യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും കർത്താവിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളാകുവാൻ, എന്നാണ് അതിന്റെ അർത്ഥം, ലിവിംഗ് മാർട്ടേഴ്സ് ആയി തീരുവാൻ കഴിയും. ഇങ്ങനൊരു സ്നേഹം ഒരുവൻ കൈയാളുന്നില്ലെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്നില്ല എന്ന്
1 കൊരിന്ത്യർ ലേഖനം 16:22 അടിസ്ഥാനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് പൗലോസ് ആ വാക്യം വളരെ ഗൗരവപൂർവ്വം പ്രസ്താവിച്ചത്. പൗലോസ് എഫെസ് ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ പതുപോലെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ എന്നല്ല പറയുന്നത്. നേരെ മറിച്ച് നമ്മുടെ കർത്താവായ യേശുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപ ഇരിക്കുമാറാകട്ടെ. 6:24 നാം വായിച്ചു കേട്ടത്. കർത്താവിനോട് നമുക്ക് ക്ഷയിച്ചു പോകാത്ത അല്ലെങ്കിൽ നശിച്ചു പോകാത്ത അക്ഷയമായി സ്നേഹിക്കുന്ന സ്നേഹമുണ്ടായിരിക്കണം എന്ന് പൗലോസ് ഇതിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒരു മുന്നറിയിപ്പാണ് എഫെസസ് സഭയ്ക്ക് നൽകിയത്. കാരണം ഈ സ്നേഹം ക്ഷയിച്ചു പോകാൻ സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ ഒട്ടേറെ നന്മകൾ ചൂണ്ടിക്കാണിക്കാനുണ്ടായിരുന്ന എഫെസോസിലെ സഭയ്ക്കെതിരെ ഒരു കുറ്റം മാത്രമായിരുന്നു കർത്താവിന് അവസാന നാളിൽ പറയാനുണ്ടായിരുന്നത്. അത് മറ്റൊന്നുമല്ല, കർത്താവിനുള്ള ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. ഇതൊരു ദിവസം പൊടുന്നതിനുമേ സംഭവിച്ച ഒരു കാര്യമല്ല. ഓരോ ദിവസം സ്നേഹം കുറഞ്ഞു വന്ന് ഒടുവിൽ അനിവാര്യമായത് സംഭവിച്ചു. ആദ്യ സ്നേഹം കൈമോശം വന്നു. നമുക്കിത് സംഭവിക്കാതിരിക്കുവാൻ എന്താണ് പോംവഴി? അതിന് ഒരു വഴി മാത്രമേ ഉള്ളൂ. കർത്താവിന്റെ മുൻപാകെ ദിനംതോറും ഡേ ടു ഡേ ബേസിസ് ജീവിക്കുക. ഇന്നലത്തെ ആത്മീയ നേട്ടം ഇന്ന് നമ്മെ ഒരിക്കലും സഹായിക്കുകയില്ല. ആയതിനാൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ദൈവസ്നേഹത്തിൽ നിലനിൽക്കുവാൻ കർത്താവിനെ മാത്രം സ്നേഹിക്കും. കർത്താവിനെ അല്ലാതെ മറ്റാരും സ്നേഹിക്കാതിരിക്കുവാൻ നമുക്കൊരു അചഞ്ചലമായ തീരുമാനം, ഇന്നത്തെ ദിവസം അതിനുവേണ്ടി ഒരു ഉറപ്പ് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ, കർത്താവുള്ള സ്നേഹം വിട്ട് ഒരിക്കലും എന്റെ ഇഷ്ടങ്ങൾക്കായി, എന്റെ താല്പര്യങ്ങൾക്കായി, എന്റെ പ്രശംസയ്ക്കായി, എന്റെ നേട്ടത്തിനായി, എന്റെ ലാഭത്തിനായി, എന്റെ ഇഷ്ടങ്ങളിൽ ഒരിക്കലും ഞാൻ ജീവിക്കാതെ ദൈവ ഇഷ്ടത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ ദൈവസ്നേഹത്തിൽ നിങ്ങൾക്ക് തുടരുവാൻ കഴിയും. അവിടെ നാം ക്രിസ്തുവിനെ മാത്രം സ്നേഹിക്കുവാൻ നമ്മുടെ ജീവിതത്തെ വിധേയപ്പെടുത്തും. അവിടെ കർത്താവ് നമ്മളിൽ മഹത്വപ്പെടും. അവിടെ നിങ്ങളുടെ സ്വയത്തിൽ മരിച്ച് ക്രിസ്തു നിങ്ങളിലൂടെ ജീവിക്കും. പ്രിയമുള്ളവരെ, ഇതാണ് യഥാർത്ഥ ദൈവസ്നേഹം.